ഷിർക്കിന് ഫലമുണ്ട് എന്ന വാദത്തിലേക്ക് വരെ അവർ എത്തി. ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് അവർ സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്താണ് ആദ്യം തെളിവായി പറഞ്ഞത്. ഷിർക്കിന് ഫലമുണ്ട് എന്നല്ല 128-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായി അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. ഇതൊന്ന് വായിക്കണം ശരിക്ക്. ഞാൻ ഇവിടെ ഇനി കാര മൂസയാണോ ആ അംസക്കുട്ടി ആരാ വരുന്നത് വെച്ചാൽ, നിങ്ങൾ ഷിർക്കിന് ഫലമുണ്ട് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓതുന്ന സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്ത്, യാ മാശറൽ ജിന്ന് ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅ്ളുനാ ബിബഅ്ളിൻ വബലഅനാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാ അസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ഷാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം എന്ന് പറയുന്ന ഈ വചനത്തിന് അമാനി മൗലവി കൊടുത്ത വിശദീകരണം ഒന്ന് നിങ്ങൾ വായിക്കണം സമൂഹത്തിൻ്റെ മുമ്പിൽ. എന്താ അമാനി മൗലവി പറഞ്ഞത്? ഷിർക്കിന് ഫലമുണ്ട് എന്നാണോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ജിന്നുവർഗക്കാരായ പിശാചുക്കൾ മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാച്ചിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ച് അറിയിക്കാറുള്ളതാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്നു പറഞ്ഞതിൻ്റെ സാരം. ഇസ്തിംതാഅ് നടത്തി. ഇത് പത്തപ്പിരിയം വാദപ്രതിവാദം മുതൽ പല വാദപ്രതിവാദങ്ങളിലും ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത. എന്തിനാ ഓതിയത്? ഷിർക്കിന് ഫലമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഓതിയ ആയത്ത. അതാണ് ഇസ്തിംതാഅ്. എന്താ ഇസ്തിംതാഅ് എന്ന് അമാനി മൗലവി കൃത്യമായി പറഞ്ഞു. ശൈത്താന്റെ ദുർബോധനത്തിന് വിധേയമായി ശൈത്താന്റെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇസ്തിംതാഅ്. അതല്ലാതെ ഷിർക്കിന് ഫലമുണ്ട് എന്നതല്ല. ഈ ഭാഗം അമാനി മൗലവി നൽകിയിട്ടുള്ള ഈ ഭാഗം ഒന്ന് കൃത്യമായി വായിക്കാൻ, ഇനി ഇവിടെ പരിപാടി വെക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ആളുകൾ അതൊന്ന് വായിക്കണം. എൻ്റെ പ്രിയപ്പെട്ട വിഷ്ണമിൻ്റെ സഹോദരന്മാർ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ, ആലോചിച്ച് നോക്ക്. ഇനി അതുപോലെ തന്നെ മനോരമയും മാതൃഭൂമിയുമാണ് പിന്നീട് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തിട്ടുള്ളത്? തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. എന്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചത്? ഷിർക്കിന് ഫലമുണ്ട് എന്നതിന്. കേട്ടു നോക്കും നിങ്ങൾ. ഷിർക്കിന് ഫലമുണ്ട് പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം? ഷിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുക? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അതിനപ്പുറത്ത് നമ്മൾ ആരൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. സൂറത്ത് ഇസ്രാഈൽ അല്ലാഹു തആല പറയാണ്, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും അവർക്കും നൽകും. മിൻ അതാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അഥവാ തൗഹീദുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. എടാ, നിങ്ങൾ പുതിയ തെളിവ് കൂടി ഉദ്ധരിച്ചു. പരപ്പനങ്ങാടിയിൽ പറഞ്ഞതാണ്. എന്താ? ഷിർക്കിന് ഫലമുണ്ട്. എന്താ തെളിവ്? അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ലഭിക്കും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് ഷിർക്കിന് ഫലമില്ല എന്നുള്ളതാ. സൂറത്തു ബക്കറയിലെ 186-ാമത്തെ ആയത്ത്, സൂറത്തു റാഅദിലെ 14-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം, സൂറത്ത് യൂനുസിലെ 106-ാമത്തെ വചനം, സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ വചനം, സൂറത്തു ഫുർഖാനിലെ വചനം, സൂറത്തു അറാഫിലെ 194, 195, 197 വചനങ്ങൾ.
അതുപോലെ തന്നെ സൂറത്തു അഹ്കാഫിലെ 5-6 വചനം, സൂറത്തു ഫാത്തിറിലെ 13-14 വചനം, ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ ഷിർക്കിന് ഫലമില്ല, പടച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ അവർക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഫൈസൽ മുസ്ലിയാർ സമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ നമ്പറുള്ള ആയത്തുകൾ, ഈ സൂറകളിലെ ആയത്തുകൾ, ആ ആയത്തുകളിൽ ഷിർക്കിന് ഫലമില്ല എന്ന് ആണ് അള്ളാഹ് സൂചിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, അതിന് വിരുദ്ധമായിട്ട് ഷിർക്കിന് ഫലമുണ്ട് എന്നാണ് ആ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതൊന്ന് വിശദീകരിക്കണം. അടുത്ത പ്രഭാഷണത്തിന് വരുന്ന കാരമൂസ സലായി ആയാലും വേണ്ടിയില്ല, ഹംസക്കുട്ടി ആയാലും വേണ്ടിയില്ല, ടി കെ അഷ്റഫോ ഇനി ഫൈസൽ മുസ്ലിയാർ തന്നെയാണെങ്കിലും ഈ ആയത്തുകൾ വായിച്ച് എന്താണ് അമാനി മൗലവി ഈ ആയത്തുകൾക്ക് വിശദീകരണം നൽകിയത് എന്നൊന്ന് പറഞ്ഞാൽ തർക്കമില്ല. അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഷിർക്കിന് ഫലമില്ല എന്നാണ്. ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, സൂറത്തു റാഅദിലെ 14-ാമത്തെ വചനത്തിന്റെ പ്രയോഗം. ഒന്നും ചെയ്യൂലെന്ന്, ഒന്നും ഉത്തരം ചെയ്യൂല. പക്ഷേ ഫൈസൽ മുസ്ലിയാർ ഇപ്പം എന്താ പറഞ്ഞത്? സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്തോതി, 20-ാമത്തെ ആയത്തോതിയിട്ട് എന്താ പറഞ്ഞത്? കുല്ലൻ നുമിദ്ദു ഹാഉലായി വഹാഉലായി, അല്ലേ? എല്ലാവരെയും നാം സഹായിക്കും. അതെന്താണ്? ആ ആയത്തിൽ എന്താ വിശദീകരിക്കുന്നത്? അള്ളാഹു റഹ്മാനാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അർ റഹ്മാൻ അർ റഹീം. എന്താ റഹ്മാൻ? പരലോകത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും കീഴ്പ്പെടാതെ ജീവിക്കുന്നവർക്കും അള്ളാഹ് ഒരുപോലെ ഗുണം ചെയ്യും. ഇഹലോകത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും അള്ളാഹ് ഒരുപോലെ ഗുണം ചെയ്യും. അവിടെ ശിർക്ക് ചെയ്യുന്നവർക്കും ആ ഗുണം അള്ളാഹ് നൽകും, അത് നിഷേധിക്കുകയില്ല. മഴ ലഭിക്കുന്നത്, സൂര്യൻ, മറ്റുള്ള കാര്യങ്ങൾ, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതി അയാൾക്കത് നിഷേധിക്കൂല. ഒരാൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയെല്ലാം നൽകുമെന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹ് അർ റഹ്മാനാണ് എന്ന്. മാത്രവുമല്ല, അതിൻ്റെ തൊട്ടുമുകളിലെ 18-19 ആയത്തുകൾ ദുനിയാവ് മോഹിക്കുന്ന ആളുകൾ, അഥവാ ആജ്ജിലത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ, അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഅ മദ്മൂമൻ മദ്ഹൂറ. ദുനിയാവ് മോഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നാം ഉദ്ദേശിച്ചത് ദുനിയാവിൽ നിന്ന് അവർക്ക് നൽകും, എന്നാൽ പരലോകത്തിൽ അവർക്ക് ജഹന്നമായിരിക്കും. 19 വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകം മോഹിച്ച് അതിൻ്റെതായ പ്രവർത്തനം നടത്തിയാൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് പരലോകത്തിൽ അള്ളാഹ് അതിൻ്റെ പ്രതിഫലം നൽകും. ഇത് പറഞ്ഞിട്ടാണ് കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി എന്ന ആയത്ത് പറയുന്നത്. എന്ന് വച്ചാൽ പടച്ചവന് കീഴ്പ്പെടാതെ ജീവിക്കുന്നവർക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും, പടച്ചവനുണ്ട് എന്ന് പറയുന്നവർക്കും പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവർക്കും ദുനിയാവിൽ അള്ളാഹ് കൊടുക്കും. ഈ ആയത്തെടുത്തിട്ട് ഷിർക്കിന് ഫലമുണ്ട് എന്നതിനാണ് തെളിവായി ധരിച്ചത്. അപ്പൊ ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഇപ്പൊ വാദം എന്താ അറിയോ? ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഇബ്നു തൈമിയ ആവട്ടെ ആരാവട്ടെ, മഅ്സൂമായിട്ടുള്ള അള്ളാഹിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ തെറ്റ് സംഭവിക്കാം. ഇബ്നു തൈമിയ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അദ്ദേഹം ജീവിത കാലഘട്ടത്തിൽ ചെയ്ത മഹത് പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിനോ തിരുചര്യക്കോ എതിരായി ആര് പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കില്ല, മുജാഹിദുകൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഇമാമുമാരൊക്കെ പറഞ്ഞത് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹിയായി വന്നാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് പറഞ്ഞത്. അഥവാ ഞങ്ങൾ പറഞ്ഞതിനെതിരായി പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ നിങ്ങൾ ആയത്തുകൾ കാണുകയാണെങ്കിൽ, കൃത്യമായ സുന്നത്ത് കാണുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് എല്ലാ ഇമാമുമാരും സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അവരുടെ നിലപാട്. പക്ഷേ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞ് മറ്റുള്ളവരെ പിടികൂടുകയാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിയാർ ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് ഇവർ ബഹുദൂരം എന്ത് ചെയ്തിട്ടുണ്ട്?
അകന്നു പോയിട്ടുണ്ട്.